ക്രയോ പ്രിസർവേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ക്രയോ സ്ലീപ്പ് കേട്ടിട്ടില്ലേ? അവതാറിലൊക്കെ ക്രയോ പ്രിസർവേഷൻ അതുപോലെ രസകരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ക്രയോ പ്രിസർവേഷൻ. കൺസെപ്റ്റ് അല്ല, സ്റ്റാർട്ടപ്പാണ്. ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഡോക്ടർ എമിൽ കെൻസിയോറ, പിന്നെ ഫെർണാണ്ടോ അസവേദോ പിനിയർ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് കുറെ നാളുകൾക്ക് ശേഷം ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതിനെ പുനർജീവിപ്പിക്കുക എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇവർ ഈ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങിയേക്കുന്നത്. അതായത് ക്രയോ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് തന്നെ 500ഓളം ആൾക്കാരെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. 5000ഓളം ആൾക്കാർ ക്രയോ പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രയോ പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചാർജ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 1.8 കോടി രൂപയാണ് ഫുൾ ബോഡി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. തലച്ചോറ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ തലച്ചോറ് മാത്രമായിട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി വെറും 67 ലക്ഷം രൂപ. ഈ ക്രയോ പ്രിസർവേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പം ഒരു സ്പെസിഫിക് ആംബുലൻസിൽ ഇതിനു വേണ്ടി തന്നെയുള്ള സ്പെസിഫിക് ആംബുലൻസ് ഉണ്ട്. സ്പെസിഫിക് ആംബുലൻസിൽ നമ്മുടെ ബോഡി സ്വിറ്റ്സർലൻഡിലാണ് ഇതിന്റെ മെയിൻ കേന്ദ്രം ഈ പ്രിസർവ് ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോയിട്ട് ഇതിനെ 10 ദിവസത്തിന് 198 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കും. അതിനുശേഷം ലിക്വിഡ് നൈട്രോജൻ നിറച്ച കണ്ടെയ്നേഴ്സിലാണ് ഈ ബോഡി പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ടെക്നോളജിയിലുള്ള വിശ്വാസം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹാഷർ പറയുന്നല്ലേ എന്തൊക്കെയാണ് നടക്കുന്നത്.